പരിശുദ്ധമായ റമദാൻ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം ഒന്നെടുത്ത് പരിശോധിക്കുമ്പോൾ കാന യജ്തഹിദു ഫീ റമദാൻ, പരിശുദ്ധമായ റമദാൻ ശരീഫ് സമാഗതമായി കഴിഞ്ഞാൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ പരിശുദ്ധമായ റമദാനിനെ മറ്റു മാസങ്ങളെക്കാൾ പരിഗണിക്കുമായിരുന്നു അത്രേ. മറ്റു മാസങ്ങളെക്കാളും അല്ലാഹുവിന്റെ റസൂൽ ഈ പരിശുദ്ധമായ റമദാനിനെ പരിഗണന കൊടുക്കുമായിരുന്നു. പ്രാർത്ഥനയിലും ദാനധർമ്മങ്ങളിലും അതുപോലെ തന്നെ നിസ്കാരങ്ങളിലും കുടുംബബന്ധം പുലർത്തുന്ന വിഷയത്തിലും നോമ്പ് തുറപ്പിക്കുന്ന വിഷയത്തിലുമൊക്കെയും ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രത്യേകമായ പരിഗണന പരിശുദ്ധമായ റമദാനിൽ കൊടുക്കുമായിരുന്നു ഹബീബ് മുഹമ്മദ് മുസ്തഫ. ശേഷം പരിശുദ്ധമായ ഖുർആൻ സൂറത്തു തോഹയിലൂടെ പടച്ച റബ്ബിന്റെ വല്ലാത്ത ഒരു താക്കീത് ലോകത്തിനോട് പഠിപ്പിക്കുന്നുണ്ട്. വമൻ അഅറദ അൻ ദിക്രി ഫഇന്ന ലഹു മഈശതൻ ദൻകാ വനഹ്ശുറുഹു യൗമൽ ഖിയാമത്തി അഅമാ ഖാല റബ്ബി ലിമ ഹശർതനി അഅമാ വഖദ് കുൻതു ബസീറാ ഖാല കദാലിക അതത്ക ആയാതുനാ ഫനസീതഹാ വകദാലികൽ യൗമ തുൻസാ. പരിശുദ്ധമായ ഖുർആനിലൂടെ പടച്ച റബ്ബ് നൽകുന്ന താക്കീതാണ് വമൻ അഅറദ അൻ ദിക്രി. ഈ പരിശുദ്ധമായ മാസങ്ങൾ സമാഗതമായിട്ട് ആരാണോ നെവർ മൈൻഡ് അടിക്കുന്നത്, ഈ പരിശുദ്ധമായ മാസങ്ങളെ ആരാണോ പരിഗണിക്കാത്തത്, പടച്ച റബ്ബിനോടുള്ളതായ കടപ്പാടുകൾ ആരാണോ നിറവേറ്റാത്തത്, ഫഇന്ന ലഹു മഈശതൻ ദൻകാ. പരിശുദ്ധമായ ഖുർആനിലൂടെ പടച്ച റബ്ബ് പറയുകയാണ്, അവന്റെ ജീവിതത്തിന്റെ എല്ലാ വഴികളും ഞാൻ അടച്ചു വെക്കുമത്രേ. അവന്റെ ജീവിതത്തിന്റെ എല്ലാ വഴികളും പടച്ച റബ്ബ് അങ്ങ് അടച്ചു വെക്കുമത്രേ. ഫഇന്ന ലഹു മഈശതൻ ദൻകാ വനഹ്ശുറുഹു യൗമൽ ഖിയാമത്തി അഅമാ. ആഖിറമാകുന്ന പ്രവിശാലമായ ലോകത്തിലേക്ക് നമ്മെ ഒരുമിച്ച് കൂട്ടപ്പെടുന്ന ദിനത്തില് അന്ധന്മാരായ നിലയിൽ രണ്ട് കണ്ണുകളുടെയും കാഴ്ചകൾ നഷ്ടപ്പെട്ടതായ നിലയിൽ പടച്ച റബ്ബ് കൊണ്ടുവരുമത്രേ. പരിശുദ്ധമായ ഖുർആൻ ഖാല റബ്ബി ലിമ ഹശർതനി അഅമാ വഖദ് കുൻതു ബസീറാ. ആ സമയത്ത് ഞാനും നിങ്ങളും പടച്ച റബ്ബിനോട് ചോദിക്കുന്ന ഒരു രംഗമാണ്, റബ്ബേ, ദുനിയാവിന്റെ ലോകത്ത് എനിക്ക് രണ്ട് കണ്ണുകളും കാണാമായിരുന്നല്ലോ റബ്ബേ, രണ്ട് കാതുകളും കേൾക്കുമായിരുന്നല്ലോ റബ്ബേ. ഈ ഭയാനകരമായ പടച്ച റബ്ബേ നിന്റെ കോടതിയിൽ എന്തുകൊണ്ടാണ് അന്ധന്മാരായി ഞങ്ങളെ കൊണ്ടുവന്നത്? ആ സമയത്ത് പടച്ച റബ്ബ് പറയുകയാണ്, ഖാല കദാലിക അതത്ക ആയാതുനാ. പരിശുദ്ധമായ മാസങ്ങൾ സമാഗതമായിട്ടുണ്ട്. പരിശുദ്ധമായ മാസങ്ങളുടെ പവിത്രതകൾ പറഞ്ഞു തന്നിട്ടുണ്ട്. പരിശുദ്ധമായ ദിനരാത്രങ്ങളുടേതാകുന്നതായ മഹത്വങ്ങൾ അവിടുന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷേ ദുനിയാവിന്റെ ലോകത്ത് ഫനസീതഹാ, നിങ്ങളെ നെവർ മൈൻഡ് അടിച്ചവരല്ലേ, നിങ്ങൾ വേണ്ട എന്ന് വെച്ചവരല്ലേ, മടി കാണിച്ചുകൊണ്ട് നിസ്കാരം നിർവഹിക്കാതെ നോമ്പ് നിർവഹിക്കാതെ സ്വതന്ത്ര കൊടുക്കാതെ നടന്നവരല്ലേ. വകദാലികൽ യൗമ തുൻസാ. ദുനിയാവിന്റെ ലോകത്ത് എന്റെ വാക്ക് നിങ്ങൾ വിലക്കെടുക്കാത്തത് കൊണ്ട് ആഖിറമാകുന്ന ഈ സമയത്ത് നിങ്ങളെ ഞാനെന്നും മറന്നിരിക്കുകയാണ്. ഒന്ന് ചിന്തിച്ചു നോക്കാം. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ, അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഇന്നൊന്ന് മഴ പെയ്തപ്പോ നമ്മുടെ പള്ളിക്കകത്ത് ആള് പറഞ്ഞു. ഇതാണ് ഈമാനിന്റെ അവസ്ഥ. മഴ പെയ്തപ്പോ ഒലിച്ചു
പോകുന്ന ഈമാനാണോ? അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഏത് അവസ്ഥയിലും ഏത് സാഹചര്യങ്ങളിലും പടച്ച റബ്ബിനോടുള്ളതായ കടമകൾ സ്വയം, മറ്റുള്ളവരെ നോക്കണ്ട, സ്വയം നാം ഏറ്റെടുത്ത് എൻ്റെ റബ്ബ് എന്നോട് കൽപ്പിച്ച കാര്യങ്ങളാണ്. ഇതെന്റെ പരിശുദ്ധമായ റമദാൻ അവസാനത്തെ റമദാനാകുമോ? ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളുടെ ജീവിതം പരിശോധിക്കുമ്പോൾ ഓരോ നിസ്കാരങ്ങളിലും സ്വഫ് കെട്ടി നിന്നിട്ട് കൈ കെട്ടുന്നതിന് മുമ്പ് പൊട്ടിക്കരയും. അവിടെ അനുചരന്മാർ ചോദിച്ചു, എന്തിനാണ് ഓരോ നിസ്കാരങ്ങളുടെ മുന്നിലും പൊട്ടിക്കരയുന്നതിനാണ്? ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു, ഇതിന്റെ അവസാനത്തെ നിസ്കാരമായിരിക്കുമോ എന്ന ചിന്തയിലാണ് ഞാൻ പൊട്ടിക്കരഞ്ഞത്. കഴിഞ്ഞ വർഷം നമ്മോടൊപ്പം നോമനുഷ്ഠിച്ചവരില്ല, അടുത്ത വർഷം നമ്മൾ ഉണ്ടാകുമോ എന്നറിയില്ല. എന്നിരുന്നാലും പടച്ച റബ്ബ് അല്ലാഹുവിന്റെ കോടതിയിൽ നമുക്ക് അനുകൂലമാകുന്ന പരിശുദ്ധമായ റമദാനുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ റമദാനെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അതിനുതകുന്നതായ നിലയിലുള്ള ഇബാദത്തുകൾ കൊണ്ട് ജീവിതത്തെ സംസ്കരിക്കാനുള്ള തൗഫീഖ് പടച്ച റബ്ബ് നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മൺമറഞ്ഞു പോയവർക്കൊക്കെയും പടച്ച റബ്ബ് പരിപൂർണ്ണ മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ പരിശുദ്ധമായ റമദാനിനെ പരിഗണിക്കുമ്പോൾ നമുക്കും അതുപോലെ പരിഗണിച്ചുകൊണ്ട് ജീവിക്കാൻ അല്ലാഹുവേ നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. ബിഹഖി സയ്യിദിനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.